الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിയമമായി നിർദ്ദേശമായി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സമൂഹം ഒന്നടങ്കം തലതാഴ്ത്തി ഇരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ വിദ്യാസമ്പന്നരായ നമ്മളടക്കമുള്ള ആളുകൾക്ക് ഉണ്ട്. ഒരൊറ്റ വാചകം അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകും. പുതുതലമുറ ലഹരിക്ക് പിന്നാലെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഒക്കെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, വെട്ടിമുറവേൽപ്പിക്കുന്നു, അധ്യാപകർക്ക് നേരെ കൊലവിളികൾ നടത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ പരസ്പരം ആക്രമിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തന്റെ ആവശ്യങ്ങൾക്ക് പണം നൽകാത്തതിന് മാതാപിതാക്കളെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യയുടെ കേന്ദ്രങ്ങൾ ധാർമ്മികതയുടെയും നന്മയുടെയും വിളനിലമെന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അങ്ങനെ ആയിരുന്ന ഒരു സംവിധാനം, നമ്മുടെ പഠന സംവിധാനം, നമ്മുടെ വിദ്യാലയങ്ങൾ, അതിന്റെ പരിസരങ്ങളിൽ കാട്ടുതീ പോലെയാണ് ലഹരി വസ്തുക്കൾ പടർന്ന് കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊരു വശത്താണെങ്കിൽ മറുവശത്ത് അന്ധവിശ്വാസങ്ങൾക്ക് പ്രചുരപ്രചാരമാണ് ലഭിക്കുന്നത്. മണിക്കൂറുകളും ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന ലൈവ് പ്രോഗ്രാമിലൂടെ ഈ നാട്ടിൽ എന്തെല്ലാം തിന്മകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടാകണോ എല്ലാം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഈ സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും ദുരന്തങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ചാനലുകളും മറ്റും അവർ മുഖപ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതാറുണ്ട്.
ഗവൺമെന്റ് ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കും, അത് അപ്പോൾ തന്നെ അസ്തമിക്കുകയും ചെയ്യും. ഒരു ഭാഗത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിൽ പരിഭവം പറയുന്ന എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം അടിസ്ഥാനപരമായ കാരണങ്ങളിലേക്ക് ചികിത്സ, ഇതിനുള്ള പരിഹാരത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഒരു വേള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ ലഹരിക്കെതിരെ വലിയ തോതിൽ സംസാരിക്കും. എന്നിട്ട് ആ ലഹരിക്ക് തന്നെ മാന്യതയുടെ മാനദണ്ഡം നൽകുകയും ചെയ്യും. ഗവൺമെന്റ് നിർബാധം ലൈസൻസുകൾ നൽകാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും മുന്നിലുണ്ടാകും. എന്നാൽ ലഹരിക്കെതിരെ സംസാരവും ഉണ്ടാകും. മാധ്യമങ്ങളിലേക്ക് നോക്കിയാലും അവിടെ അങ്ങനെ തന്നെ. സിനിമകളും സീരിയലുകളും അതിന്റെ ഇതിവൃത്തങ്ങളും അതിന്റെ കഥയുമൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പകരം ഒരു മാന്യതയുടെ മുഖം ഇതിനൊക്കെ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും മാധ്യമങ്ങളുടെ ചർച്ച നമ്മൾ കണ്ടാൽ തോന്നും മദ്യം ഒരു കുഴപ്പക്കാരനല്ല, മയക്കുമരുന്നാണ് പ്രശ്നം എന്ന് തോന്നിപ്പോകും. ഇനി മാധ്യമങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ പലപ്പോഴും ചർച്ചകൾ കേട്ടാൽ എല്ലാവിധ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയും എല്ലാവരും രംഗത്തുണ്ട് എന്ന് തോന്നും. പക്ഷേ അവർക്കൊരു പരസ്യം കിട്ടുന്ന ഒരു രംഗം വന്നാൽ സകല അന്ധവിശ്വാസങ്ങളുടെയും പരസ്യം നൽകി അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. മീഡിയകളും പത്രങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആർത്തിക്കെതിരെ, മനുഷ്യന്റെ ആർത്തിക്കെതിരെ വലിയ ചർച്ചകളുണ്ടാകും. എന്നിട്ട് മാന്യതയുടെ വലിയ കുപ്പായങ്ങൾ അവർ ധരിക്കും. എന്നാൽ സാമ്പത്തിക ചൂഷണത്തിന്റെ ലോട്ടറി മുതൽ ഓൺലൈൻ വരെയുള്ള എല്ലാവിധ തോന്നിവാസങ്ങൾക്കും ഏറ്റവും നല്ല പ്രചാരവും ആളെ കൂട്ടാനുള്ള മാധ്യമമായി ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും. പുതുതലമുറ ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പരിഭവം പറയും. എന്നാൽ അതേ പുതുതലമുറയെക്കുറിച്ച് അവർക്ക് അനാവശ്യമായി പണം നൽകുന്ന മാതാപിതാക്കൾ, അവർ രാവും പകലും എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കാത്ത യഥേഷ്ടം വിരാജിക്കാൻ വിടുന്ന മാതാപിതാക്കൾ, അതിനപ്പുറത്ത് അവിടെ സോഷ്യൽ ക്ലബ്ബുകൾ എന്ന പേരിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതിർന്നവർക്ക് വിഹരിക്കാൻ എന്തുമാവാകുന്ന എല്ലാവിധ പ്ലാറ്റ്ഫോമുകളും സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇത്രയും സഹോദരങ്ങളെ സ്വയം ഒരു വിമർശനത്തിനു വേണ്ടി നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഇരട്ടത്താപ്പ്, ഈ തിന്മയെ ഉള്ളിൽ പ്രോത്സാഹിപ്പിക്കുകയും പുറത്ത് നല്ല മുഖം ധരിക്കുകയും ചെയ്യുക എന്നുള്ള ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹം രക്ഷപ്പെടൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ തിന്മകൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകൾ ഈ സമൂഹത്തിലെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതോ അപരിഷ്കൃതരാണ് എന്ന് പറഞ്ഞു. എന്താണ് ഇവർക്ക് ഇത് അവസാനിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അതിന് സമൂഹം പറയുന്ന ചില ന്യായം എന്താണെന്നറിയോ, ഇതൊരു പുതിയ തലമുറയല്ലേ, പുതിയ ജനറേഷൻ അല്ലേ, അവർ വളർന്നു വരുന്നതല്ലേ, മാത്രമല്ല അവരുടെ ഒരു ചോയ്സ്, അവരുടെ ഒരു ഇഷ്ടം, അതൊക്കെ ഇവിടെ നടക്കേണ്ടതില്ലേ, എന്തിനാണ് ഇങ്ങനെ നിയന്ത്രണം വെക്കുന്നത് എന്നിട്ട് ഒരു അതിര് കടന്ന സ്വാതന്ത്ര്യബോധം അല്ലെങ്കിൽ അവകാശബോധം ഈ പുതുതലമുറക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനപ്പുറത്തേക്ക് ഒരു സ്വതന്ത്രവാദവും, ആണും പെണ്ണും വ്യത്യാസമല്ല, അവിടെ താൻ ആരെയും ബഹുമാനിക്കേണ്ടതില്ല, ആദരിക്കേണ്ടതില്ല, തന്റെ കാര്യങ്ങൾ നടന്നാൽ മതി എന്ന കുറേയധികം ചിന്തകൾ. ഇത് ഞാനും നിങ്ങളുമൊക്കെ വല്ലാതെ തല താഴ്ത്തി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ, തൊട്ടടുത്തുള്ള ആർട്സ് കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന ഇടങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ഇതിന് എല്ലാവരും ഒന്നിച്ച് ഈ ഒരു സൊസൈറ്റി, ഈ ഒരു മനുഷ്യർ എന്ന ഒരു വികാരത്തെ എടുത്ത്
നമ്മുടെ ജീവിതത്തിലെ നന്മയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതിനെ പ്രൊമോട്ട് മുന്നിൽ വരിക എന്നുള്ളതാണ്. അതിനെ കക്ഷി രാഷ്ട്രീയമോ മതങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ സാംസ്കാരിക ഒന്നും വ്യത്യസ്തമില്ലാതെ ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത്. വിശ്വാസികളെ, ഇവിടെ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശിഷ്യ സത്യവിശ്വാസികളായി സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഈ രോഗം നമ്മെ ബാധിക്കാതിരിക്കാൻ നാം എടുക്കേണ്ടുന്ന പ്രതിരോധ നടപടികളിൽ 1-2 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്താണെന്നറിയോ സഹോദരങ്ങളെ, ഒരു പകർച്ചവ്യാധി നാട്ടിലുണ്ടായി എന്നറിഞ്ഞാൽ നമ്മൾ അത് രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള വാക്സിനേഷനുകൾ സ്വീകരിക്കും, മാസ്ക് ഉപയോഗിക്കും, സമ്പർക്കം ഒഴിവാക്കും. എന്താണ് അതിന്റെ ലക്ഷ്യം? എനിക്ക് വരരുത് എന്ന്, എന്നിലൂടെ ഒരാൾക്കുണ്ടാവരുത്, എനിക്കുണ്ടാവരുത്. ഇതേ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരണം. നാട്ടിലുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, പൈശാചിക പ്രേരണകൾക്കനുസരിച്ച്, തിന്മയുടെ മാർഗങ്ങളിലൂടെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പോകുമ്പോൾ സ്വയം ഒരു പ്രതിരോധം, ഞാൻ തന്നിഷ്ടത്തിന് പിന്നാലെ പോവുകയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. കാരണം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ അമ്മാറത്തും ബിസ്സൂ, തെറ്റിലേക്ക് ഒരു ചായ്വുള്ളവനായിക്കൊണ്ട്. തെറ്റിലേക്കൊരു ചായ്വാണ്, ഒരു ഇടത് തൂക്കമാണ് യഥാർത്ഥത്തിൽ അവനുള്ളത്. നന്മയുടെ വലത് തൂക്കം അവൻ നിർബന്ധിച്ചു തൂക്കിയാലേ ഉണ്ടാവും. അത് അല്ലാഹു പരീക്ഷിച്ചതാണ്. അത് നമുക്കും ഓരോ വ്യക്തികൾക്കും, അറിവുള്ളവനും അറിവില്ലാത്തവനും, പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും, യുവാവിനും എല്ലാം ഒരു തിന്മയോടുള്ള ഒരു മനസ്സിന്റെ ആഗ്രഹം കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ ഒരു തന്നിഷ്ടത്തിന്, തിന്മക്കുള്ള ചായ്വിൽ നിന്നും മനസ്സിനെ ബാലൻസ് ബാലൻസിനപ്പുറത്തേക്ക് വലതുവശത്തേക്ക്, നന്മയുടെ ഭാഗത്തേക്ക് തൂക്കി നിർത്താൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. അല്ലെങ്കിൽ തന്നിഷ്ടങ്ങൾക്ക് കീഴ്പ്പെട്ടാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹു ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാ, സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരുന്നുവെങ്കിൽ, അല്ലാഹു ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യം അവരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും പിന്നാലെയായിരുന്നുവെങ്കിൽ ലഫസദതിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ കുഴപ്പത്തിലാകുമായിരുന്നു. മനുഷ്യന്റെ തന്നിഷ്ടങ്ങളെ മുഴുവൻ അല്ലാഹു എങ്ങാനും അംഗീകരിച്ചു നൽകിയിരുന്നുവെങ്കിൽ ഇവിടെ ഫസാദ് മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ അവർക്കുള്ള ഉത്ബോധനങ്ങൾ കൊണ്ടാണ് നാം അവരുടെ അടുത്തു ചെന്നിട്ടുള്ളത്. ഇതിന് പരിഹാരമായി ഉത്ബോധനം കൊണ്ടാണ് നാം അവരുടെ അടുത്തു ചെന്നിട്ടുള്ളത്. ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ, പക്ഷേ ഉത്ബോധനങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞുകളയുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ രോഗത്തിനുള്ള പരിഹാരം റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത് നന്മയുടെ ഉപദേശങ്ങളാണ്. പ്രവാചകന്മാരിലൂടെ, വഹയികളിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ നിങ്ങൾക്ക് നന്മയുടെ ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെയാണ് അള്ളാഹു അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഫസാദ് മാത്രം. അല്ലെ, ആ തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെ പോയിട്ട് സൊസൈറ്റിക്ക് എന്ത് നന്മയാണ് ഉണ്ടായത്? എന്ത് പുരോഗതിയാണ് ഉണ്ടായോ? ഇല്ല എന്ന് നമ്മൾ എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഈ ഒരു ഉപദേശത്തെ, റഹ്മാനായ റബ്ബിന്റെ വഹയിനെ ആര് വിലക്കെടുത്തിട്ടില്ലയോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതിയാ തന്നെ അവൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചവനോ ആയിത്തീരും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഉലൈക കൽ അൻആം, അവൻ മൃഗതുല്യനായിരിക്കും. മൃഗത്തെ മോശമാക്കിയതല്ല. അല്ലാഹു മൃഗത്തിനൊരു ഫിത്രത്ത് വെച്ചതെന്താ? അവർ ഭക്ഷണം കഴിക്കുന്നു, അവർ രമിക്കുന്നു, സന്താനങ്ങൾ ഉണ്ടാകുന്നു, ചത്തുപോകുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊരു നന്മയെക്കുറിച്ചോ വേറൊരു ലോകത്തെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയാത്ത ഒരു നിയന്ത്രണമുള്ള ലോകമാണ് അവരെ മോശമാക്കിയത്. അല്ലാഹു പറഞ്ഞു അവരങ്ങനെ ജീവിച്ചു പോകും. അതുപോലെയാകും മനുഷ്യൻ. അല്ല,
അവനങ്ങ് കേടുവന്നാൽ ബൽഹും അവല്, ഒരു വിവേകവുമില്ലാതെ ഒരു തന്റെ ഇടവും കാണിക്കാതെ മോശമായൊരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തന്നിഷ്ടങ്ങൾക്ക് പിന്നാലെ പോയാൽ അധപ്പതിക്കല്ല, അധപ്പതനത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് അവൻ എത്തിച്ചേരുമെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. ഈ രോഗത്തിനുള്ള ഒന്നാമത്തെ പരിഹാരം അതാണ്, സ്വയം നിയന്ത്രിക്കുക, സ്വന്തം മനസ്സിനെ നന്മയുടെ വഴിയിലേക്ക് ചേർത്ത് പിടിക്കാൻ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. രണ്ടാമത്, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നന്നാക്കുക എന്നത്. എന്റെ ചുറ്റുപാട്, ഞാൻ വളരുന്ന സാഹചര്യം എത്രമാത്രം മോശമാകുന്നുവോ അതിന്റെ എല്ലാ അലയൊലികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. രോഗമുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പോ അവനെ രോഗിയാക്കുന്നത് പോലെ തിന്മയുടെ സാഹചര്യത്തിൽ ജീവിക്കുമ്പോ അവന്റെ ശുദ്ധമായ മനസ്സിനെ തിന്മയുള്ളതാക്കി തീർക്കും. നന്മയുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ നന്മയുണ്ടാവുകയുള്ളൂ. തിന്മയുടെ പശ്ചാത്തലത്തിൽ അവന്റെ ജീവിതത്തിൽ തിന്മയുണ്ടാകും. അല്ലെ, കൊതുക് ഇല്ലാതെയാക്കാൻ നാം ചെയ്യേണ്ടത് എന്താ? കൊതുക് ഉണ്ടാകുന്ന കെട്ടിക്കിടക്കുന്ന മലിനജലത്തെ ഇല്ലായ്മ ചെയ്യുക. ഇത് നമുക്കറിയാവുന്ന ഒരു ചെറിയ പോളിസിയാണ്. അല്ലെ, നമ്മളെല്ലാവരും ചെയ്യുന്നതാ. കൊതുകില്ലാതെയാണെങ്കിൽ ഓരോ കൊതുകിനെ കൊന്നിട്ട് കാര്യമില്ല. അല്ലെ, അതിനൊരു സാഹചര്യത്തെ മാറ്റിക്കൊടുത്താൽ ക്രമേണ അതാണ്ട് ഇല്ലാതെയായി പോകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഉദാഹരണം എത്ര സുന്ദരമാണ് സഹോദരങ്ങളെ. മസൽ ജലീസ് സ്വാലിഹ് കമസൽ സാഹിബുൽ മിസ്ക്. അള്ളാഹുവിന്റെ റസൂൽ പറയാം, എല്ലാവർക്കും പറയുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു നല്ല കൂട്ടുകാരന്റെ കൂടെ സമയം ചെലവഴിക്കുന്നവന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു അത്തറ് കച്ചവടക്കാരന്റെ കൂടെ ജീവിക്കുന്നവനെ പോലെയാണ്. അവൻ അവന്റെ അടുത്തുനിന്ന് വാങ്ങിയില്ലെങ്കിലും അവന്റെ സുഗന്ധത്തിൽ നിന്ന് എന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലും നിനക്ക് ശ്വസിക്കാനൊക്കെ അതുകൊണ്ട് പറ്റും. ഒരു സുന്ദരമായ സുഗന്ധത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ പോയി കൂട്ടുകൂടുന്ന സൂആയ മനുഷ്യന്റെ കൂടെയാണ്, ഒരു തെറ്റായ മനുഷ്യൻ, തിന്മയുള്ള മനുഷ്യന്റെ കൂടെയാണെങ്കിൽ സാഹിബുൽ കീർ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആലയിൽ ഊതുന്നവനെ പോലെ. എന്ന് പറഞ്ഞാൽ എപ്പോഴും തീയിലും കരിയിലും അതിന്റെ പുകപടലങ്ങളിലും അതുപോലെ അതിന്റെ തീനാളങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഒരാൾ കൂട്ടുകാരനായി സ്വീകരിച്ചതെങ്കിൽ അതിന്റെ ഫിത്നയും അതിന്റെ പുകയും അസ്വാബകമിന്ദുഹാനി, അതിന്റെ പുക നിന്നെ, അതിന്റെ എല്ലാ തിന്മകളും കരിയും ചളിയും ഒക്കെ നിന്നെ ബാധിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചതല്ലേ. ആ പശ്ചാത്തലത്തെ കുറിച്ച് നമ്മളെല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ എവിടെയാണ്? നമ്മുടെ പെൺകുട്ടികളുടെ ഇടപെടൽ എന്താണ്? അല്ലെ, നമ്മൾ അവരെ അങ്ങാടി കൂടി പോകാൻ നോക്കുന്നില്ല വേണ്ടത്, അവരുടെ മൊബൈൽ ഫോൺ മാത്രം മതി. ഇങ്ങനെ ജീവിതത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ, തിന്മയുടെ പശ്ചാത്തലത്തിൽ ജീവിച്ചു തുടങ്ങിയാൽ പിന്നെന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അല്ലാഹു പറഞ്ഞു, അവന്റെ ഹൃദയം മെല്ലെ മെല്ലെ കടുത്തു പോകുന്ന, കട്ടികൂടിപ്പോവും. പിന്നെ ചെയ്യുന്നതെല്ലാം അവന് നന്മേക്കരം. ഇതൊക്കെ ചെയ്താൽ എന്താ? ഇങ്ങനെ ദേഷ്യം പിടിച്ചാൽ എന്താ? ഇതൊന്ന് കണ്ടാൽ എന്താ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവന് എന്റെ ഉമ്മ കാണും, എന്റെ ഉപ്പ അറിയും, എന്റെ ഉസ്താദ് അറിയും, എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച അധ്യാപകന് മനസ്സിലാകും, 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർക്ക് ബോധ്യപ്പെടും, എന്റെ ഹയർ സ്റ്റഡിയിലെ എന്റെ പ്രിൻസിപ്പാൾക്ക് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം തകർക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പിശാചാണ് അവനെ കൊണ്ടെത്തിക്കുക. അള്ളാഹ് പറഞ്ഞതാണ്, പരിസരം നന്നാക്കിക്കോ. അള്ളാഹ് പറഞ്ഞതാണ്, ഇച്ചക്ക് പിന്നാലെ പോണ്ട. ഈ ഒരു ഉപദേശത്തെ കൈയൊഴിഞ്ഞാൽ പിന്നെ സർവനാശമായിരിക്കും. വൽഹും അളല്ല്. അള്ളാഹ് പറഞ്ഞ, അല്ല, മൃഗത്തിനും ഒരു നന്മയുണ്ട്, അതിനേക്കാൾ മോശമായി അവൻ പോകുന്ന. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഹൃദയം കടുക്കുന്നതിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഫലൗലാ ഇത് ജാഅഹും ബഅസുനാ തളറഉ. അവരുടെ നമ്മുടെ ശിക്ഷ വന്നെത്തുമ്പോൾ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തുമ്പോ അവരെന്ത് ചെയ്യുന്നറിയോ? താഴ്മയൊക്കെ കാണിച്ചു. അള്ളാന്റെ അടുത്ത് എത്തുമ്പോ വലാകിൻ ഖസത്ത് ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഒരു ഉപദേശം അവർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. നാളെ പരലോകം വന്നാലോ അവർക്ക് ഒരു നന്മയും നാളെ പരലോകത്തുണ്ടാവില്ല. വെള്ളിയാഴ്ച ഖുത്ബക്ക് എത്ര നന്മ പറഞ്ഞാലും അല്ല, അവന്റെ വീട്ടിലൊരു മരണം സംഭവിച്ചാലും അല്ല, കഠിനമായ രോഗം തന്നെ അവന് ബാധിച്ചാലും നമ്മൾ പറയില്ലേ, പടിഞ്ഞാട്ടൊന്നും വീഴൂലാണ്. എന്തേ അയാൾക്ക് പറ്റിയേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ അങ്ങനെ ആകാതിരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ചില മനുഷ്യന്മാർക്ക് കഠിനമായ പരീക്ഷണങ്ങൾ അള്ളാഹ് കൊടുത്തു നോക്കും, ഇന്നാലും ദീനിന്റെ മാർഗത്തിലേക്ക് പോകില്ല. എന്തവർക്ക് പറ്റിയതിന് ഉത്തരാണല്ലോ പറഞ്ഞത്. അവന്റെ ജീവിതത്തിൽ സതുപദേശങ്ങളോടും മുഖം തിരിച്ചു കളഞ്ഞു.
ആ നന്മയുടെ വാക്കുകൾ കേൾക്കാൻ അവൻ തീരുമാനിച്ചില്ല. അല്ലാഹ് പറഞ്ഞു ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കറുത്തുപോയി. ആ കറുത്ത പാറ പോലെയായി. അല്ല, പാറയിൽ നിന്ന് ചിലപ്പോ അത് പൊട്ടിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ഇവന്റെ മനസ്സ് കറുത്ത പാറയേക്കാൾ കറുത്തുപോയി. ഒന്നും സംഭവിക്കൂല. വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. പിന്നെ ഓന് ചെയ്യുന്നതൊക്കെ പിശാച് അവന് നന്മയാക്കി തുറന്നു കൊടുക്കും. എല്ലാം നന്മയായി അവൻ അനുഭവപ്പെടും എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന, നമ്മൾ അണുകുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ തന്നെ ഒന്ന് ചിന്തിക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോടൊപ്പം എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്? ആധുനിക കണക്ക് പ്രകാരം ഒരു മാതാവും പിതാവും 10 മിനിറ്റിൽ താഴെയാണ് അത്രേ മക്കളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്. ചെറിയ കുഞ്ഞു മക്കളെ, പൊടിക്കുട്ടികളോട് നമ്മൾ സംസാരിക്കും, അവരെ കൊഞ്ചിക്കും. പക്ഷേ 8ാം ക്ലാസ്സിലെത്തിയനോട്, +2-നെത്തിയനോട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മകളോട്, പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന മകനോടും മകളോടൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് തോളിൽ തട്ടി ദീനിനെ കുറിച്ച് സംസാരിക്കാൻ, നന്മയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര സമയം കണ്ടെത്തും? ഇല്ല. നമ്മളും റുക്കോയിലാണ്, മൊബൈൽ ഫോണിന്റെ മുമ്പിൽ അല്ലേ? മക്കൾ വരുന്നു, അവർ പഠിക്കാൻ റൂമിലേക്ക് കയറി പോകുന്നു, ഭാര്യ അവിടെ ഉണ്ട്, നമ്മളൊരു മൂലയിൽ ഇല്ലേ? നമ്മളും അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിക്കാൻ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും നമുക്ക് കാരണം. നമ്മളെ കുറിച്ച് ചിന്തിക്കാം. നാട്ടിൽ എന്തോ സംഭവിക്കട്ടെ, അത് നമുക്ക് പരിഹാരം അള്ളാഹുവിനോട് പ്രാർത്ഥനയാണ്. എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒന്നിച്ചെന്നുള്ള പോരാട്ടമാണ്. പക്ഷെ അതോടൊപ്പം തകർന്നു പോകുന്ന കുടുംബത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ ഉമ്മത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പരിഹാരം അള്ളാഹു പറഞ്ഞതാണ്. കൃത്യമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് മനസ്സിനെ മടക്കുകയും തന്റെ സാഹചര്യത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടാവുകയും ചെയ്യുക എന്നതാണ്. സ്വയം ഉണ്ടാകുന്നതോടൊപ്പം അഹ്ലീക്കും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മൂന്നാമത്, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബത്തിലുള്ള പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം മാറുന്നതോടൊപ്പം നന്മയുടെ വാതിലുകൾ സ്വയം തുറക്കുക എന്നതാണ്. സ്വയം മുട്ടിത്തുറക്കാൻ നന്മയുടെ വാതിലുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. ഓരോ വീടുകളും മാറിയാൽ സമൂഹം മാറും. എന്താണ് വീട് മാറുക എന്ന് പറഞ്ഞാൽ? നല്ല പെയിന്റ് അടിക്കലാണോ? നല്ല കട്ടടലാണോ? അല്ല. നല്ല വാഹനം വാങ്ങലാണോ? അല്ല. അതൊക്കെ ഭംഗിയുണ്ടാകും, മനസ്സ് കുടുസായിരിക്കും. അതിനുള്ളിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പോലും പലപ്പോഴും ഇടുങ്ങി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്താ പരിഹാരം? ദീനിലേക്ക് മടങ്ങുക. വേറൊരു പരിഹാരമല്ല. അള്ളാഹുവിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഏതൊരു മനുഷ്യനെയും ഹറാമിൽ നിന്ന്, മുൻകറിൽ നിന്ന്, ഫവാഹിഷിൽ, തെമ്മാടിത്തരത്തിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും തടയാൻ അല്ലാഹു വെച്ച മാർഗം അസ്വലാ, നിസ്കാരം. ആ നിസ്കാരം ആദ്യം തെറ്റിക്കുമാര് ശൈത്താൻ. സുബഹി ജമാഅത്തിന് പള്ളിക്കെത്താൻ പിശാച് അയക്കൂല. അങ്ങാടിയിലിരുന്നാലും മഗ്രിബ് സ്വലക്ക് പള്ളിക്കെത്തൂല. ആ അങ്ങാടിയിൽ നമ്മുടെ ഓഫീസിലിരുന്ന് കണക്ക് കൂട്ടുക, ഷട്ടർ താത്താൻ. ആ ഇശാഇന്റെ ബാങ്ക് അവിടെ കേട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅദ്ദിൻ അവിടെ എന്നെ വിളിക്കുമെന്ന് അറിയാം, പക്ഷേ വീട്ടിലെത്തട്ടെ. പിശാച് ഇരുത്തും. ഒരു 10 മിനിറ്റ് കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. എന്നാ അല്ലാഹു പറഞ്ഞു, കോടാനക്കോടി സമ്പാദിക്കുന്ന ലോകത്തേക്ക് ഈ വരുമ്പോ അവിടെ എനിക്കൊരു വീടുണ്ടാവും, സ്വർഗത്തിലൊരു വീട്. അത് വേണ്ടേ സഹോദരങ്ങളെ? ഈ ദുനിയാവിലെ ഒരു 500 റുപ്യ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കാം, എന്നാൽ എത്തുമോ അതിനൊപ്പം? പക്ഷെ നമ്മൾ ചിന്തിക്കൂല, ശൈത്താൻ അനക്കൂല. അതുകൊണ്ടാ പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഒരു വീണ്ടും വിചാരം നമ്മളെ നിസ്കാരത്തെ കുറിച്ച്, വീട്ടിൽ പോയിട്ട് ഭാര്യന്റെ നിസ്കാരത്തെ കുറിച്ച്, മക്കളുടെ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ എന്താണ് ഗുണം? എന്താ അറിയോ? അടുത്ത വക്തിന് ഉപ്പാനോട് ഇങ്ങോട്ട് ചോദിക്കും, പങ്ങള് പോയില്ലല്ലോ, എന്നാ പോരും മോനെ, എന്നാ ബൈക്കിന്റെ മൂട്ടിൽ അവനെ കയറ്റി ഒന്ന് പോയി നോക്ക്. അള്ളാഹ് സ്വീകരിക്കും നമ്മുടെ ജീവിതം.
അള്ളാഹ് പരിഗണിക്കും. നമ്മുടെ ടിവിയും നമ്മുടെ മൊബൈൽ ഫോണും കുട്ടികളുടെ നമ്മുടെ മക്കളുടെ രാത്രിയുള്ള യാത്രയും അവരുടെ ടൂറും ഒക്കെ ഒന്ന് ആലോചിക്കുക. തോന്നുമ്പോ പണം നൽകി അത്യാവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അവർക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് എവിടേക്കാണ് എത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്നാൽ സ്നേഹത്തോടു കൂടി ഖുത്ബയിലേക്കും ഉത്ബോധനങ്ങളിലേക്കും കേൾവിക്കാരായി നമ്മൾ മടങ്ങിയാൽ, ഇത് വിശ്വാസികളെ പള്ളിയിൽ ആളുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ, അല്ലെങ്കിൽ വയലിന് ആളുണ്ടാക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹ് പറഞ്ഞതാണ്, മനസ്സിന്റെ പ്രശ്നം മാറണോ, ഖുർആനും ഹദീസും ഉത്ബോധിപ്പിക്കുന്ന സദസ്സിലൊന്ന് വന്നിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞതാ, ഒരു ഉറുപ്പ് ചെലവില്ലാതെ നിനക്ക് വെച്ച കസേരയിൽ, നിനക്ക് വിരിച്ച മുസല്ലയിൽ, നിനക്ക് വേണ്ടി ഓണാക്കി യേസിന്റെ അടുത്തൊന്ന് വന്നിരിക്ക്, നിന്റെ മനസ്സ് ഞാൻ നന്നാക്കി തരാൻ. ആര് പറഞ്ഞതാ? അള്ളാഹ് പറഞ്ഞതാണ്. അത് സ്വീകരിക്കുന്നിടത്ത് നമുക്ക് തെറ്റുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തിരുത്തി ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്താന്നറിയോ സഹോദരങ്ങളെ, അള്ളാഹ് പറയണതല്ലേ നിങ്ങൾക്ക് വിലണ്ടോ? നമുക്ക് വിലണ്ടോ? അള്ളാഹ് പറയാ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ട കാര്യങ്ങളിൽ അവ മറന്നു കളഞ്ഞാൽ, അള്ളാഹ് പറയാ, നിനക്ക് വഹയിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറഞ്ഞ വാക്ക് നീ മറന്നാൽ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ അവന് മുമ്പിൽ അല്ലാഹ് തുറന്നു കൊടുക്കും. എല്ലാ നന്മയും ചിലപ്പോൾ കിട്ടും. ഹത്താ ഇദാ ഫരിഹൂ ബിഹാ, അതുകൊണ്ട് അവനിങ്ങനെ സന്തോഷിക്കും. വണ്ടി, കാറ്, സമ്പത്ത് അങ്ങനെ ആഹ്ലാദിച്ചു പോകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഖദ്നാഹും ബഗ്ത, പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പിടിച്ചു വെക്കും. ഒരു ആക്സിഡന്റ് ഇന്നലെ മിനിഞ്ഞാന്ന് കോട്ടോപ്പാട് നടന്നില്ലേ സഹോദരങ്ങളെ? ആക്സിഡന്റ്, നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു പോയില്ലേ? നമ്മൾ നമസ്കരിക്കാൻ ബാക്കിയായി. ഇനി ഒരു ദിനം നമുക്കും വരും. ഒരു ലോറിക്ക് ചുവട്ടിൽ നിന്ന് പീസായി പോയ നമ്മുടെ ശരീരത്തെ മാന്തിയെടുത്ത് ആംബുലൻസ് കയറ്റുന്ന ഒരു ദിനം വരും. ഭാര്യ പോലും അറിയാതെ കട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരു സെക്കൻഡ് വരും. എന്തേ മറന്നു പോകുന്നേ? അല്ലാഹ് പറയാ, ഖുർആനും ഹദീസും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്നെ പല വഴിക്ക് അല്ലാഹ് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും. മറക്കണ്ട കേട്ടോ, വല്ലാതെ അർമാദിക്കണ്ട. ഇതൊക്കെ നിനക്ക് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമുണ്ടാകും. പക്ഷേ പെട്ടെന്ന് അതെല്ലാം മറഞ്ഞ് നിനക്ക് പോകും. എപ്പൊ എന്തുണ്ടാകാന്നറിയോ? ഫഇദാഹും മുബ്ലിസൂൻ, വല്ലാത്തൊരു നിരാശ. മരണ സെക്കൻഡിൽ മലക്കുൽ മൗത്ത് വരുമ്പോ, പടച്ചോനെ ഒന്നും കൊണ്ടോകല്ലോ എന്ന് അപ്പ ബോധ്യപ്പെടുന്ന തിരിച്ചൊരു സെക്കൻഡ് അല്ലാഹ് വിടൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നാട്ടിൽ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പരിഹാരം നമ്മൾ തന്നെ പരിഹാരം. നമ്മുടെ കുടുംബത്തിന്, സ്വന്തത്തിന് പരിഹാരമാകാം, മക്കൾക്ക് പരിഹാരമാകാം, നാടിന് പരിഹാരമാകാം. നാട് നന്നാകും. അള്ളാഹിന്റെ ഖുർആനും ഹദീസും സത്യമാണ്. എത്ര നിരീശ്വരവാദം വിളവെടുക്കാൻ ശ്രമിച്ചാലും, എത്ര മതനിരാസം കൊണ്ടുവരാൻ ശ്രമിച്ചാലും, എത്ര ലിബറലിസം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിന്റെ ഒക്കെ പോക്ക് നാശത്തിലാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ ഇതിലായിരുന്നു, നന്മയിലായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി അള്ളാഹിനോട് കോടതി പറയാൻ നന്മയുള്ളവരാവുക. അതിന് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾക്ക് തിരിച്ചു നടക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യുക എന്നതാണ് പരിഹാരം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. കണ്ണു തുറന്ന് ലോകത്തെ കണ്ട്, നാടിനെ കണ്ട്, കുടുംബത്തെ കണ്ട്, സ്വന്തത്തെ കണ്ട് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു സമയത്ത് മരണം കണ്ടുമുട്ടിയാലും അള്ളാഹുവിന്റെ മലക്കുകളുടെ സുന്ദരമായ മുഖം കണ്ട് ആത്മവിശ്വാസത്തോടുകൂടി സ്വർഗാവകാശിയാണെന്ന സന്തോഷത്തോടുകൂടി മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും അള്ളാഹു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.